കർത്താവായ ഈശോയെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന ദൈവവചന ആരാധന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും നമുക്ക് ഈ ഗുഡ്നസ് കൂട്ടായ്മയോട് ചേർന്ന് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാം, പാടി ആരാധിക്കാം. അങ്ങനെ ദൈവാരാധനയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്ന സകല അഭിഷേകങ്ങളും കൃപകളും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നാം ഇപ്രകാരം കാണുന്നു. പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായം, അവിടെ സീനായ് ഉടമ്പടിയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുക. നമുക്കറിയാം, സീനായ് മല പല പ്രാവശ്യം ബൈബിളിൽ ഉപമിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്ന ഒരിടമാണ്. എന്താണ് സീനായ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷവും, അതായത് സീനാമല ദൈവം പ്രത്യക്ഷപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷവും സീനായ് എന്ന് പറയുമ്പോൾ ദൈവം വന്ന ഇടം, ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടം, അല്ലെങ്കിൽ ദൈവം ഉള്ള ഇടം എന്നാണ് അർത്ഥമാക്കുക. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് ഈ സീനായ് മലയിൽ സംഭവിക്കുക. അവിടെ യഥാർത്ഥം എന്താ സംഭവിക്കുന്നത്? ഈ ഇസ്രായേൽ ജനത്തിന് തന്റെ മഹത്വവും തന്റെ ശക്തിയും വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം തയ്യാറാകുക. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണേ, അതിനു മുമ്പും അതിനുശേഷവും അനേകം അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, മഹാമാരികൾ ഈജിപ്തിന് മേൽ അയച്ചും അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയും ഇനി ചെങ്കടലിനെ വിഭജിച്ചും ഒക്കെ അനേക അത്ഭുതങ്ങളിലൂടെ ഈ ജനത്തെ ദൈവം വഴി നടത്തി. പക്ഷെ എന്നാലും ജനത്തിന് സംശയം, എന്നാലും ജനത്തിനൊരു ആഗ്രഹം ഈ ദൈവത്തെ കാണണം, ദൈവത്തിന്റെ ശക്തി കാണണം. അപ്പോ ഈ സീനായ് മലയിലേക്ക് തന്റെ മഹത്വത്തോടെ ദൈവം ഇറങ്ങി വരിക. അങ്ങനെ ആ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന, തന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം വചനഭാഗത്ത് കണ്ടുമുട്ടുക. അവിടെ 16 മുതൽ വാക്യങ്ങൾ ഇപ്രകാരം വചനം പറയാണ്: 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരം നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. പ്രിയപ്പെട്ടവരെ, അഗ്നിയുടെ രൂപത്തിൽ ദൈവം ഇറങ്ങി വരുന്ന ഒരു സന്ദർഭമാണ് നമ്മളവിടെ കാണുക. ജനം മുഴുവൻ ഭയന്ന് വിറയ്ക്കുന്നു. ആ മല മുഴുവൻ കത്തിയെരുന്ന അനുഭവം ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തോട് ചേർന്ന് അങ്ങനെയെങ്കിൽ നമ്മളും പാടി പ്രാർത്ഥിക്കുകയാണെന്ന്. സീനായ് മലയിൽ അഗ്നിയായിട്ട് ഇറങ്ങി വന്ന ദൈവം പരിശുദ്ധാത്മ ശക്തിയായി, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയും നമ്മളെ എല്ലാ പാപത്തിന്റെയും അശുദ്ധിയുടെയും ബന്ധനങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും വിടുവിക്കുകയും ചെയ്യട്ടെ. അഗ്നി നമുക്കറിയാം ശുദ്ധീകരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അഗ്നിയിൽ ദഹിക്കപ്പെടും പലതും. നമ്മുടെ ഉള്ളിലെ അശുദ്ധിയും അന്ധകാര സ്വാധീനങ്ങളൊക്കെ പരിശുദ്ധാത്മ അഗ്നിയാൽ ചാരമായി പോട്ടെ, ദഹിച്ചു പോകട്ടെ. അങ്ങനെ ജ്വലിക്കുന്ന ഹൃദയങ്ങളായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ജീവിതം മാറട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി നാം പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയെ ഇറങ്ങുക, പരിശുദ്ധാത്മ ശക്തിയായി അഗ്നിയായി നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ഗാനത്തോട് ചേർന്ന് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. ശുദ്ധാത്മശക്തിയെ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. താളത്തോട് ചേർന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇന്ന് ഞാൻ ചോദിച്ച, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച
പരിശുദ്ധാത്മ ശക്തി എന്നിലേക്ക് വരും എന്ന വിശ്വാസത്തോടെ ഈശോ പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ചോദിച്ച പരിശുദ്ധാത്മാവിന് കിട്ടും. കാരണം നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുക എന്നുള്ളത് ഈശോയുടെ ആഗ്രഹമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ്. നമ്മിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന്, അച്ഛന്മാരോട് ചേർന്ന്, സിസ്റ്റേഴ്സിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് ഓരോരുത്തരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇറങ്ങണം, ശക്തിയായിട്ട് ഇറങ്ങണം. നമ്മള് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ പുതിയ മനുഷ്യരായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച് ചേർന്ന് പാടി, സന്തോഷത്തോടെ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ ആഗ്രഹത്തോടെ ചെന്ന് പാടിക്കേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് വരണം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗ്ഗത്തിന്റെ അഗ്നിയെ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ, പോലെ പെയ്തിറങ്ങി വാ. ആഗ്രഹത്തോടെ പാടി. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ ആഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മ നിറയാനൊന്ന് ആഗ്രഹിച്ച് ഇരു കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ കൂട്ടായ്മയോട് ചേർന്ന് സ്വർഗപിതാവെന്ന് പറഞ്ഞ്, പിതാവേ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണം. ഈശോടെന്ന് പറഞ്ഞ്, ഈശോയെ നിന്റെ വാഗ്ദാനമാണല്ലോ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയെ ഞങ്ങൾ നിറയ്ക്കണം. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. സഹോദര സഹോദരി, ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നീ പ്രാർത്ഥിക്കുന്നെങ്കിലും നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ ഒറ്റയ്ക്കാണെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും നീ ഒരു വലിയ കൂട്ടായ്മയോട് ചേർന്ന പ്രാർത്ഥിക്കുന്നേ. ഈ കൂട്ടായ്മയിൽ കർത്താവിന്റെ ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് ഞാനുണ്ട്. കർത്താവുണ്ട് നമ്മുടെ കൂടെ. ഓർത്തേ, യേശുവിന്റെ നാമത്തെ ഓർത്തേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഓർത്തേ, കർത്താവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നേറ്റൊല്ലി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്വരമിയോത്ത് നേറ്റൊല്ലി പ്രാർത്ഥിച്ചേ. ഈശോയെ, ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വികാരങ്ങളിലേക്ക്, ബുദ്ധിയിലേക്ക്, ചിന്തകളിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം പരിശുദ്ധാത്മാ നിറയുക, അഗ്നി കൊണ്ട് സ്നാനമേൽക്കുക എന്നുള്ളത് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ മുതലുള്ള ഈശോയുടെ ദൈവപിതാവിന്റെ പദ്ധതിയാണ്. നാം കാണുന്നു, ഇതാ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. സ്നാപക യോഹന്നാൻ ഈശോയെ കുറിച്ച് പറയാണ്,
മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. നോക്കിക്കേ, ഈശോയെ കുറിച്ച് ദൈവപിതാവിന്റെ പദ്ധതി സ്നാപയോഹന്നാനോട് വെളിപ്പെടുവാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ആണ് ഈശോയെ കുറിച്ചുള്ള പദ്ധതി. വീണ്ടും വചനം പറയാണ്, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 5-ാം വാക്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുവാണ്. എന്താ പറയുന്നേ? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനെ സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേല്, ശിഷ്യന്മാരുടെ മേല്, യേശുക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരുടെ മേൽ കടന്നു വരിക എന്നുള്ളത്, ശക്തി പ്രാപിക്കുക എന്നുള്ളത്, നാം ദൈവിക വരങ്ങളാന്നറിയാന്നുള്ളത് ദൈവപിതാവിന്റെ, ഈശോയുടെ, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ്. സന്തോഷത്തോടെ ഉള്ളി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ ഹിതം ആദ്യമായി അപ്പോസ്തലൻ നിറവേറുന്നു. ഇതാ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 3-ാം വാക്യം. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അന്നു മുതൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ, ആരൊക്കെ ദാഹിക്കുന്നോ, ആരൊക്കെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നോ, അവർക്കൊക്കെ സ്വർഗം പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി, ശക്തിയായി നൽകുവാണ്. അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുവാണ്. പന്തക്കുസ്ത നാളിൽ ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇറങ്ങി വന്ന പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ ചിന്തകളിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വരണേ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കുസ്തനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ, പെന്തക്കുസ്തനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ വീശിയെന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവെന്നറിയാൻ ആഗ്രഹിച്ചെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഹൃദയം തുറക്കട്ടെ, വാ തുറക്കട്ടെ. നമ്മുടെ അധരങ്ങളിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് ദൈവാരാധന ഉയരട്ടെ. ആവർത്തിച്ച് യേശുവേ യേശുവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ എന്ന പദം ഉപയോഗിക്കാം. കർത്താവിനെ സ്തുതിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ യേശുവേ, ഈശോയേ ഈശോയേ, ഈശോയേ ഈശോയേ, യേശുവേ കർത്താവേ. കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണേ, പരിശുദ്ധാത്മാവിനെ അയക്കണേ. ഈശോയേ ഈശോയേ, സ്വർഗത്തിന്റെ ശക്തി, വലിയ ശക്തി ഈ കൂട്ടായ്മയുടെ മേൽ കടന്നു വരണം. ഈശോയെ മാവിനെ അയച്ച്, പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണേ. ഈശോയെ കലഹമുള്ള, അസ്വസ്ഥതയുള്ള, ബന്ധനങ്ങളുള്ള ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ശക്തി കടന്നു വരട്ടെ, സ്വർഗത്തിന്റെ അഭിഷേകം കടന്നു വരട്ടെ. ഈശോയെ അവിടുത്തെ നാമത്തിൽ സ്വർഗ വഹിക്കുന്ന വലിയ അഭിഷേകം ഓരോ വ്യക്തികളും സ്വീകരിക്കട്ടെ. ഈശോയെ 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 ഈശോയെ. ഗാനത്തിന്റെ വരിക പറയുവാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോ നമ്മൾ ഓരോരുത്തരും കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന അനുഭവം. ദൈവത്തിന്റെ വചനം, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം. ഈ ഒരു ദൈവത്തിന്റെ വചനമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ നിറയുമ്പോ, സ്വർഗത്തിന്റെ ശക്തി നമ്മെ നിറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉണർവുണ്ടാവും. ഇന്ന് തളർന്നു കഴിയുന്ന അവസ്ഥയാണോ,
ഇന്ന് അവശരായി കഴിയുന്ന അവസ്ഥയാണോ, ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിസ്സഹായം നിൽക്കുന്ന വ്യക്തികളാണോ, കുടുംബങ്ങളാണോ, അവിടേക്കൊക്കെ സ്വർഗത്തിന്റെ ശക്തി കടന്നു വരുമ്പോ കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന അഭിവൃദ്ധിയിലേക്ക്, ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, പ്രത്യാശയിലേക്ക് വരുന്ന അനുഭവം ഉണ്ടാവും. വിശ്വസിച്ചുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊരു വിശ്വാസ പ്രഖ്യാപന. എന്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുമ്പോ, എന്റെ ദൈവം സ്വർഗ്ഗം അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലും എന്റെ കുടുംബത്തിൽ നിറയുമ്പോ ഞങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കും. ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കും. ഞങ്ങൾ ഉയർച്ചയിലേക്ക്, സന്തോഷത്തിലേക്ക് ഉയരും. ഇത് വിശ്വസിച്ച് ഈ പരിശുദ്ധാത്മാവിനെ, ഈ ശക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് നീ അയക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കണം. കഴുകനെ പോലെ ചിറകടിച്ചുയരാ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാ. 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 കാത്തിരിക്കുന്നിതാ ഞാൻ യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ ആഗ്രഹത്തോടെ ആവർത്തിച്ച് മഴ പോലെ ഇതിലേക്ക് ഇറങ്ങണം. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ സ്വയന്റെ വേദനയിലേക്ക് ഇറങ്ങി വരണം. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പരിശുദ്ധാത്മാവ് എന്റെ ആഗ്രഹങ്ങളിലേക്ക് വരണം. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പ്രാർത്ഥിച്ചേ സ്തുതിച്ചേ യേശുവേ യേശുവേ യേശുവേ. നിന്റെ നാമത്തിൽ സ്വർഗ്ഗം വഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് കടന്നു വരട്ടെ. ഈശോയെ, പല ദിവസം ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേദനയെ കഴിയുന്ന സകല കുടുംബങ്ങളെ സമർപ്പിക്കും. കർത്താവേ, നിരാശയെ കഴിയുന്ന സകല കുടുംബങ്ങളെ സമർപ്പിക്കും. സ്വർഗ്ഗത്തിന്റെ ശക്തി, വലിയ ശക്തി കടന്നു വരട്ടെ, വലിയ അഭിഷേകം കടന്നു വരട്ടെ. രക്ഷ ഉണ്ടാകട്ടെ, യേശുനാമത്തിൽ രക്ഷ ഉണ്ടാകട്ടെ. യേശുനാമത്തെ രോഗപീഠകളിൽ നിന്ന്, യേശുനാമത്തെ സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന്, യേശുനാമത്തെ ബന്ധ തകർച്ചകളിൽ നിന്ന് രക്ഷ ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ. ഈശോയെ, 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 ഈശോയെ. ആത്മാവിന്റെ വരങ്ങൾ നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ഈശോയെ, 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 ഈശോയെ. സ്നേഹം നിറഞ്ഞവരെ, പഴയ നിയമ പുസ്തകത്തില് ഒരു വ്യക്തിയുടെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകന്റെ നിലവിളിച്ചുള്ള അപേക്ഷയിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന, ദൈവം ഇറങ്ങി വരുന്ന, ദൈവം അഗ്നിയെ അയച്ച് സാക്ഷ്യം നൽകുന്ന ഒരു സംഭവം നമ്മൾ കാണുക. അത് ഏലിയാ പ്രവാചകന്റെ ജീവിതത്താണ് സംഭവിക്കുക. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം അതിന്റെ 18-ാം അധ്യായം. ഏലിയാ പ്രവാചകൻ ഇതാ ബാൽ ദൈവത്തെ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി പറയുവാണ്, ഈ ദൈവജനത്തിനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഏതാ നല്ല ദൈവം, ഏതാ ശരിയായ ദൈവം എന്ന് വെച്ചാൽ ആ ദൈവത്തെ തെളിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു പന്തയം വെക്കുവാണ്. എന്താണ് പന്തയം? അവരോട് പറയുവാണ്, നിങ്ങൾ ബലിപീഠം ഒരുക്കി നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ, നിങ്ങളുടെ ദൈവം വിളി കേട്ട് ഇറങ്ങി വരുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ ബലി സ്വീകരിക്കട്ടെ, അഗ്നി അയച്ച് അതിനെ സ്വീകരിക്കട്ടെ. അങ്ങനെ അപ്രകാരം പന്തയം വെക്കുന്നു. ബാലിന്റെ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാവിലെ മുതൽ കിടന്ന് ഒത്തിരി അധ്വാനിക്കുവാണ്, ഒരു വിളിച്ചപേക്ഷിക്കുവാണ്. അവർ സ്വന്തം ശരീരം മുറിപ്പെടുത്തിക്കൊണ്ടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ഉത്തരവും കിട്ടിയില്ല. വൈകുന്നേരം ആവാറായപ്പോ ഇതാ ഏലിയാ പ്രവാചകൻ ബലിപീഠം ഒരുക്കി, അതിന്മേൽ വിറകടക്കി, അതിന്മേൽ ബലിവസ്തുവിനെ എടുത്തു വെച്ചു. അതിനുശേഷം വെള്ളം കൊണ്ട് ഈ ബലിവസ്തുവും ബലിപീഠവും എല്ലാം നനച്ച് കുതിർക്കുക. അബദ്ധവശമൊന്നും തീ പിടിക്കരുത്. അങ്ങനെ
വെള്ളത്താൽ കുതിർന്നിരിക്കുന്ന ഈ ബലിവസ്തുക്കളുടെ മേൽ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 36 മുതൽ വാക്യങ്ങൾ. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും ഇവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് നിലവിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിന്റെ യാഗങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും ഒരു ബലിയായി ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഈ ജീവിത ബലി, ഞങ്ങളുടെ ഈ വേദനയോടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന നീ സ്വീകരിക്കണേ. അതിന്മേൽ സ്വർഗത്തിന്റെ അഗ്നി അയക്കണമേ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഏലിയാവിന്റെ യാഗത്തെ സ്വീകരിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ജീവിത ബലിയെയും സ്വീകരിച്ച് അതിലേക്ക് സ്വർഗത്തിന്റെ ശക്തിയെ അയക്കണമേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ അഗ്നിയേ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ അഗ്നിയേ. 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 എന്റെ ജീവനിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ. എന്റെ ജീവനിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദേഹത്തോട് പാടിക്കേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ ശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ സ്വർഗത്തിന്റെ ശക്തി നമ്മിലേക്ക് വരട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ ദേഹത്തോട് പാടി പ്രാർത്ഥിച്ച് മഴ പോലെ ഇറങ്ങട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ ശുദ്ധാത്മാവായ ദൈവമേ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, ശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ എല്ലാവരും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മൾ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നൽകുന്ന വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.